മേക്ക് ഇറ്റ് സ്പാർക്കിളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല രുചികരമായൊരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിലേക്ക് 1 കപ്പ് കുതിർത്ത ഗ്രീൻ പീസ്, 6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലിന് നമുക്കത് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 സബോള ചെറുതായി അരിഞ്ഞതും ചേർക്കാം. സബോളയിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴറ്റുക. സബോള നല്ല സോഫ്റ്റായി വന്നാൽ മതി. സബോള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റുക. പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കുഞ്ഞു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ലേശം വെള്ളം കൂടി ഒഴിച്ച് തക്കാളി വേവാനായിട്ട് വെക്കാം. തക്കാളി നല്ല വെന്ത് ഉടഞ്ഞു വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് യോജിപ്പിക്കാം. 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയാണ്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.